أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون ما آمنت قبلهم من قرن أهلكناها أفهم يؤمنون وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون صدق الله العظيم. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അംബിയായിലെ 5 മുതൽ 10 കൂടി 6 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ ഖാലൂ അദ്ഗാഥു അഹ്ലാമിൻ ബൽ ഇഫ്തറാഹു ബൽ ഹുവ ശാഇറുൻ ഫല്യഅ്തിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ. ബൽ എന്നാൽ, ഖാലു അവർ പറഞ്ഞു, ബൽ ഖാലു എന്നാൽ അവർ പറഞ്ഞു, അദ്ഗാസു അഹ്ലാമിൻ ഇത് പാഴ്ക്കിനാക്കളാണ്, അർത്ഥമില്ലാത്ത സ്വപ്നങ്ങളാണ്. ബൽ എന്നാൽ ഇഫ്തറാഹു അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അയാളിത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കി പറയുകയാണ്. ബൽ ഹുവ ഷായറുൻ എന്നാൽ അദ്ദേഹം ഒരു കവിയാണ്. എന്നാൽ അയാൾ ഒരു കവിയാണ്. ഫല്യഅ്തിനാ ബി ആയത്തിൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൊണ്ടുവരട്ടെ ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം. കമാ ഉർസിലൽ അവ്വലൂൻ പൂർവ്വകാലത്തുള്ള ആളുകൾക്ക് കിട്ടിയതുപോലുള്ള, പൂർവ്വകാലത്തുള്ള ആളുകൾക്ക് പ്രവാചകന്മാർക്ക് കിട്ടിയതുപോലുള്ള ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കൊണ്ടുവരട്ടെ. മാ ആമനത്ത് ഖബ്ലഹും മിൻ ഖർനിൻ ഒരു സമൂഹവും ഒരു നാടും വിശ്വസിച്ചിരുന്നില്ല. മാ ആമനത്ത് വിശ്വസിച്ചിരുന്നില്ല, ഖബ്ലഹും അവർക്ക് മുമ്പേ, മിൻ ഖറിയത്തിൻ ഒരു സമൂഹവും ഒരു നാടും, അഹ്ലകനഹ നാം നശിപ്പിച്ച ഒരു നാടും, ഇവർക്ക് മുമ്പ് നശിപ്പിച്ച ഒരു നാടും വിശ്വസിച്ചിട്ടില്ല. അഫഹും യുഅ്മിനൂൻ പിന്നീട് ഇവരാണോ വിശ്വസിക്കുക? പിന്നെ ഇവരാണോ വിശ്വസിക്കുക? വമാ അർസൽന ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം വമാ അർസൽന നാം അയച്ചിട്ടില്ല, ഖബ്ലക നിനക്ക് മുമ്പ്, ഇല്ലാ റിജാലൻ ചില പുരുഷന്മാരെ അല്ലാതെ, നൂഹി ഇലൈഹിം നാം വഹി അറിയിച്ചുകൊണ്ട്, നാം ഉത്ബോധനവുമായി നിനക്ക് മുമ്പ് ചില പുരുഷന്മാരെ അല്ലാതെ അയച്ചിട്ടേ ഇല്ല. ഫസ്അലു അഹ്ല ദിക്രി ഉത്ബോധനം കൈവശമുള്ളവരോട് ചോദിച്ചു നോക്കുക, ഉത്ബോധനം അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക. ഇൻ കുന്തും ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കൂ, ഓർമ്മയുള്ളവരോട് ചോദിച്ചു നോക്കൂ. വമാ ജഅൽനാഹും നാം അവരെ ആക്കിയിട്ടുമില്ല, ജസദൻ ജീവനില്ലാത്ത ചില ശരീരങ്ങൾ, നാം ഇവരെ വെറും ശരീരങ്ങളുമായിട്ട്
മാത്രമായിട്ട് അയച്ചിട്ടുമില്ല, ചില ശരീരങ്ങളായി നാം അവരെ അയച്ചിട്ടുമില്ല. ലായക്കുലൂന താമ ഭക്ഷണം കഴിക്കാത്ത ചില ശരീരമായിട്ടും അവരെ നമ്മൾ അയച്ചിട്ടില്ല. വമാക്കാനു ഖാലിദീൻ, അവരൊന്നും ശാശ്വതരമായിരുന്നില്ല, എല്ലാ കാലവും ഇവിടെ വസിക്കുന്ന ആളുകളും ആയിരുന്നില്ല അവർ. സുമ്മ സദഖനാഹുമുൽ വഅദ, പിന്നെ നാം അവരുടെ മേലിൽ നമ്മുടെ വാഗ്ദാനം പാലിച്ചു. നമ്മുടെ വാക്ക്, അവരുടെ മേലുള്ള വാക്ക് പിന്നീട് നാം പാലിക്കേണ്ടായി. ഫ അൻജൈനാഹും വമൻ നശാവും, നാം ഉദ്ദേശിച്ച ആളുകളെ നാം ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഫ അൻജൈനാഹും, നാം അവരെ രക്ഷപ്പെടുത്തി. വമൻ നശാവു, നാം ഉദ്ദേശിച്ചവരെ. വാഹിലക്കനിൽ മുസ്രിഫീൻ, എന്നാൽ അതിരുവിട്ട ആളുകളെ, അതിര് കവിഞ്ഞവരെ നാം നശിപ്പിക്കുകയും ചെയ്തു. ലഖദ് അൻസൽനായിലേക്കും കിതാബൻ ഫീഹി ദിക്റുക്കും, ലഖദ് അൻസൽനായിലേക്കും, തീർച്ചയായും നാം ഈ വേദഗ്രന്ഥം, ഈ ഗ്രന്ഥം നാം നിങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നു. ലഖദ് അൻസൽനായിലേക്കും കിതാബൻ, വേദഗ്രന്ഥം നാം നിങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നു. ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനമുണ്ട്. അഫല തഅഖിലൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 രൂപത്തിൽ ഇവരുടെ വാദങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ആയത്തുകളിൽ ഹൽ ഹാദ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇയാൾ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ് എന്നവരുടെ ആരോപണം വന്നു. അഫതൂന സിഹറവാന്തും തുബ്സിറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ട് മാരണത്തെ പിന്തുടരുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മാരണമാക്കിയിട്ട് സിഹറായിട്ട് അവരവതരിപ്പിച്ച് നോക്കി. ഇപ്പം ഞാൻ ഓതിവെച്ച ആയത്തുകളിൽ ബൽഖാലു അള്ളാസു അഹ്ലാമിൻ, പായ്ക്കിനാക്കളാണ്, അർത്ഥമില്ലാത്ത സ്വപ്നങ്ങളാണ് എന്ന് ഈ വിശുദ്ധ വാക്യത്തെ അവർ പരിഹസിച്ചു. ബൽ ഇഫ്തറാഹു, അദ്ദേഹം ഇത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ്, അദ്ദേഹം സ്വന്തം നിലക്ക് എഴുതിയുണ്ടാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നോക്കി. ബൽഹുവ ഷായറുൻ, അദ്ദേഹം കവിയാണ് എന്നും അവർ പറഞ്ഞു നോക്കി. ഇങ്ങനെ 5 രൂപത്തിൽ അവർ ഈ സൂറത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ കളിയാക്കുകയുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞു ഫൽ യഅ്തീന ബി ആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ, പൂർവ്വകാല പ്രവാചകന്മാർക്ക് കൊടുത്ത പോലുള്ള എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം ഇയാൾ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറയുന്ന വാദം കേൾക്കാനും എന്തെങ്കിലും ഒരു മുഅ്ജിസത്ത് അവർ വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ളൊരു മുഅ്ജിസത്ത്, മൂസാ നബിയുടെ വടി പോലുള്ള അതുപോലുള്ള എന്തെങ്കിലും ഒരു സംഗതി കൊടുക്കാൻ ഒരു പ്രയാസവും പ്രവാചകനില്ല. പക്ഷേ അങ്ങനെ ചോദിച്ചതിനനുസരിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന് ഒട്ടകം, അവർ റബ്ബിന് കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ഈ പാറ പിളർന്ന് ഒട്ടകം വരട്ടെ എന്ന് പറഞ്ഞു. സാലിഹ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് അള്ളാഹുവോട് ചോദിച്ചു, അദ്ദേഹത്തിന് ഒട്ടകം കൊടുത്തു. പക്ഷേ അങ്ങനെ ചോദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തെ മൊത്തം നശിപ്പിക്കണം. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തെ ഈ രൂപത്തിൽ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നായിട്ട് ലോകാവസാനത്തോട് കൂടിയിട്ട് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ രൂപത്തിൽ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള സമുദായത്തെ പോലെ പെട്ടെന്ന് പ്രവാചകനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ നശിപ്പിച്ചാൽ പിന്നീട് ഒരു പ്രവാചകൻ വരാൻ ഇവിടെ ഇല്ല, പ്രവാചകൻ ഇനി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യത്തിന് അങ്ങനെയുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നർത്ഥം. ഇവിടെ ഒരു കാര്യം മാത്രം പറയാണ്, മാ ആമനത്ത് ഖബലഹും മിൻ ഖറിയത്തിൻ അഹ്ലക്നഹ, നാം നശിപ്പിച്ചിട്ടുള്ള ഒരു നാടും, ഇതിനു മുമ്പ് നശിപ്പിച്ചിട്ടുള്ള ഒരു നാടും തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അഫഹും യുഅ്മിനൂന, അവർ വിശ്വസിക്കുമോ? നീ ഇങ്ങനെ കാണിച്ചു തന്നാൽ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, അമാനുഷമായൊരു കാര്യം ഞങ്ങൾക്ക് തരികയാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയുന്ന ആളുകൾ,
ആ അമാനുഷമായ കാര്യം ഇറക്കിയ സമയത്ത് അവർ പിന്നെ അതിൽ നിന്ന് ചാഞ്ചാടുകയാണ് ചെയ്തത്. അവരതിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. അവരാരും വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഇവരാണോ വിശ്വസിക്കുക എന്ന് പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. നാം വഹിയുമായി ഇദ്ദേഹത്തിന് മുമ്പ് അയച്ചിട്ടുള്ളതൊക്കെ തന്നെയും ആണുങ്ങളായ പുരുഷന്മാരായ പ്രവാചകന്മാരെ മാത്രമായിരുന്നു. മാത്രമല്ല ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ ദിക്റുള്ള ഉത്ബോധനമുള്ള ആളുകൾ, മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ബാക്കി എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ പാതയിലാണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവിടെ, അവരോട് ചോദിച്ചു നോക്കിയാൽ മതി. ആണുങ്ങളല്ലാത്ത ആരെയാണ് പ്രവാചകനായിട്ട് ഇതിനു മുമ്പ് അയച്ചിട്ടുള്ളത്? ആരെയും അയച്ചിട്ടില്ല. എല്ലാവരും പുരുഷന്മാരായിരുന്നു. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന തആമ. ഭക്ഷണം കഴിക്കാത്ത വെറും ഒരു ശരീരം എന്ന രൂപത്തിലും ആരെയും ഇവിടേക്ക് അയച്ചിട്ടില്ല. അവർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു പ്രവാചകനെ സംബന്ധിച്ച്, ഇദ്ദേഹം എന്താണ്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, എന്താ ഇങ്ങനെ ഒരാൾ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആളല്ലാതെ ഭക്ഷണം കഴിക്കാത്ത വെറും ഒരു ശരീരമായിട്ട് ഒരു പ്രവാചകനെയും അള്ളാഹു ഇവിടെ അയച്ചിട്ടില്ല എന്നും അള്ളാഹു വ്യക്തമാക്കുന്നു. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന തആമ വമാ കാനൂ ഖാലിദീൻ. ഇനി ആ ഒരൊറ്റ പ്രവാചകനും ഇവിടെ ശാശ്വതനായി നിന്നിട്ടുമില്ല. എല്ലാ മനുഷ്യരെ പോലെ തന്നെ അവർക്കും ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് അവർ മരണത്തിന് കീഴടങ്ങിയ ചരിത്രം മാത്രമേ ഉള്ളൂ എന്നുകൂടി അള്ളാഹു ഇവിടെ വ്യക്തമാക്കി തരികയാണ്. സുമ്മ സദഖനാഹുമൽ വഅദ. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തം ഇവിടേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് സുമ്മ സദഖനാഹുമൽ വഅദ, നമ്മുടെ വാഗ്ദത്തം സത്യമായി പുലരും എന്ന് പറഞ്ഞാൽ ഫഅൻജയ്നാഹും വമൻ നശാഉ, നാം ഉദ്ദേശിച്ചവരെ രക്ഷപ്പെടുത്തും. വഅഹ്ലകനൽ മുസ്രിഫീൻ, ഇസ്രാഫ് കാണിച്ച ആളുകളെ, അതിര് കവിഞ്ഞ ആളുകളെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ നടന്നതൊക്കെ തന്നെ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണെങ്കിലും അതേപോലെ തന്നെ ആദ്യ സമൂഹ ഗോത്രങ്ങളുടെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെയും ഇസ്രാഫ് കാണിച്ച ആളുകളെ അള്ളാഹു നശിപ്പിക്കുകയും വിശ്വാസികളെ ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തതായിട്ടുള്ള ചരിത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളതൊക്കെ. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും. നിങ്ങൾക്കുള്ള ഉത്ബോധനമായിട്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തെ അയച്ചിട്ടുള്ളത്. ലഖദ് അൻസൽനാ ഇലൈക്കും, നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു, കിതാബൻ ഒരു ഗ്രന്ഥം, ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനമുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഉത്ബോധനമാണ്, നിങ്ങൾക്കുള്ള അമാനുഷമായ കാര്യമാണ്. ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ആണെങ്കിൽ അറബികൾക്ക് സാധിക്കുമായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടാക്കുക എന്നുള്ളത്, അവർക്കത് കഴിഞ്ഞിട്ടില്ല. ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനമുണ്ട്. അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ ചിന്തിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിച്ച് നന്നാവാനുള്ള ഗ്രന്ഥം എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ട്. ആ ഖുർആൻ എമ്പാടും മതി. പക്ഷേ അവർ പ്രവാചകനെ എതിർക്കുക എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് നീങ്ങാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം തന്നെ യഥാർത്ഥ വിശ്വാസികളായി നിലനിർത്തി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.